വെൽക്കം ബാക്ക് ടു റിഫ്ന സാജിദ് വ്ലോഗ്. അപ്പോൾ എല്ലാവർക്കും സുഖല്ലേ? എൻ്റെ സൗണ്ടൊക്കെ പോയിരിക്കുകയാണ് പെരുന്നാളൊക്കെ ആയിട്ട്. ഇപ്പോൾ 2-3 ദിവസമായിട്ട് റുവാക്കും മൈൻ ബേബിക്കും ഒക്കെ പനി ചുമ കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്കും കൂടി കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ പെരുന്നാളായിട്ട് ചെറിയ തൊണ്ടവേദന, പിന്നെ മൂക്കടപ്പ് അങ്ങനെയൊക്കെ ആയിട്ട്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഈദ് മുബാറക്. ഞാൻ ഇപ്പോൾ രാവിലെ നേരത്തെ തന്നെ എണീച്ചിട്ടുണ്ട്. നേരത്തെ എന്ന് പറയുമ്പോൾ ഞാൻ സാധാരണ എണീക്കണേക്കാട്ടിൽ നേരത്തെ ഒരു 8:30 ആകുമ്പോൾ എണീച്ചിട്ടുണ്ട് കേട്ടത്. അപ്പോൾ ഞാൻ അത് 2 സൈഡിലും മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ട്. നന്നായി ചോത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഓർഗാനിക് മെഹന്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ റുവാക്ക് ഇട്ട് കൊടുക്കാമല്ലോ എന്നുള്ള രീതിയിൽ. അവർ ഇനിയിപ്പോൾ കുറച്ച് ലേറ്റായിട്ടാവും കുട്ടികളൊക്കെ എണീക്കുക. അപ്പോൾ ഞാൻ എണീച്ച് വന്നപ്പോൾ തന്നെ ഇൻട്രോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നേക്കാണ് കേട്ടോ. ഞാൻ കിച്ചണിൽ പോയി നോക്കിയപ്പോൾ ഉമ്മ ഓൾറെഡി ബിരിയാണിയൊക്കെ കുക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ പെരുന്നാൾ എന്ന് പറയുമ്പം എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഇല്ലാത്ത ഫസ്റ്റ് പെരുന്നാളായിരിക്കും കേട്ടോ. കാരണം ഇക്കുനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യാനായിട്ട്. ഗൾഫിൽ ഇന്നലെ തന്നെ പെരുന്നാളൊക്കെ കഴിഞ്ഞു. അപ്പോൾ എന്താ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള പെരുന്നാളാണ്. ഇപ്പോൾ ഇല്ലാണ്ട് ഇന്ന് ഫാമിലിനായിട്ടാണ് പെരുന്നാൾ ആഘോഷിക്കുന്നത്. ഇന്ന് നമ്മൾ ഇവിടെ വെച്ചിട്ടാണ് പെരുന്നാൾ സെലിബ്രേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടേക്ക് എല്ലാവരും വിളിച്ചിട്ടുണ്ട്, ബാബിനെയും കുട്ടികളെയും അതുപോലെ ഇന്നമ്മ മാമി അവരൊക്കെ ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെല്ലാവരും ഇങ്ങോട്ട് വരും. അപ്പോൾ നമുക്ക് ഓരോരോ വിശേഷങ്ങളായിട്ട് കാണാം. ഇന്നത്തെ എൻ്റെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ബിരിയാണിയൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ടല്ലോ. അപ്പോൾ മധുരത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് വിചാരിക്കുന്നത് മാംഗോ ബ്രെഡ് കസ്റ്റർഡ് പുഡിങ് ഉണ്ടാക്കാമെന്നാണ്. അത് പിന്നെ ഞാൻ തലേ ദിവസം ഉണ്ടാക്കി വെച്ചില്ല. ബ്രെഡിൻ്റെ പുഡിങ്ങൊക്കെ തലേ ദിവസം തന്നെ ഉണ്ടാക്കി വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് പോവും. അപ്പോൾ ഇന്ന് തന്നെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം തന്നെ പോയിട്ട് അത് പ്രിപ്പയർ ചെയ്യാം. പുഡിങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് കിച്ചണിൽ വന്നപ്പോൾ പിന്നെ ഉമ്മ കിച്ചൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇരുന്നിട്ട് ചക്ക മുറിക്കണുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ വിചാരിച്ച് അത് കഴിച്ചിട്ട് പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലും കൂടി കഴിഞ്ഞിട്ട് പുഡിങ്ങിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ചക്ക കഴിച്ചു നോക്കിയപ്പോഴാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കയായിരുന്നു കേട്ടോ. അതൊക്കെ കഴിച്ച് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും അതുപോലെ ചിക്കൻ റോസ്റ്റും കണ്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് രാവിലത്തെ ഫുഡ് കഴിച്ച് കൂടെ കുടിക്കാൻ ബൂസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ വയറൊക്കെ നിറഞ്ഞ് സെറ്റായതിന് ശേഷമാണ് പിന്നെ നമ്മളുടെ പുഡിങ്ങിൻ്റെ പരിപാടി സ്റ്റാർട്ട് ചെയ്യണത്. ആദ്യം തന്നെ പുഡിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുഡിങ്ങിൻ്റെ മുകളിൽ കട്ട് ചെയ്തിടാൻ നല്ല 2 മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിങ്ങനെ കട്ട് ചെയ്ത് പീസസ് ആക്കിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ പുഡിങ്ങിലേക്ക് മാംഗോ പൾപ്പ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ മൂവാണ്ടൻ മാങ്ങ എടുത്തിട്ടുള്ളത്. അത് ഇതേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനി ഒന്ന് ജ്യൂസാക്കി എടുക്കണം. അതിൽ കുറച്ച് വെള്ളം, പാല്, പഞ്ചസാര ഒക്കെ കൂടി നന്നായി അടിച്ചെടുത്തിട്ട് അരിച്ചെടുക്കണം കേട്ടോ. അടുത്തതായിട്ട് കസ്റ്റേർഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് 4 പാക്കറ്റ് പാലെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊരു ബൗളിലേക്ക് ഫസ്റ്റ് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്കാണ് നമ്മൾ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തിട്ട് മിക്സ് ആക്കുന്നത്. അതിന് ശേഷമാണ് നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കണത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു 4 പാക്കറ്റ് പാലിന് 4 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ട് ഉള്ള പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഏകദേശം 1/2 ടിന്ന് കണ്ടൻസ്ഡ് മിൽക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടി കയ്യിൽ വെച്ച് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് ഇതിനൊന്ന് കുറുക്കിയെടുക്കുന്നത് കേട്ടോ. അപ്പം നല്ല തിക്കാക്കുന്നില്ല, ഒരു മീഡിയം തിക്നെസ് ആവുന്ന വരെ ഒന്ന് ആക്കിയെടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ബ്രെഡ് ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ബ്രെഡിൻ്റെ സൈഡ്സ് ഒക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ. ഇനി നമുക്ക് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ പുഡിംഗ് ട്രേയിൽ അസംബിൾ ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ ഫൈനൽ പരിപാടി. അപ്പോൾ ഞാനിവിടെ ട്രേ എല്ലാം കഴുകി ക്ലീനാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എങ്ങനെയാണ് ലെയർ ചെയ്യുന്നത് എന്നുള്ളത് നോക്കാട്ടോ. അങ്ങനെ നമ്മളുടെ പുഡിംഗ് ഒക്കെ ട്രേയിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴാണ് കരച്ചിൽ കേട്ടത്. നമ്മളുടെ ഐൻ ബേബി ഇതേ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അവനെ ഫീഡ് ചെയ്ത് മടിയിൽ കൊടുത്തിട്ട് നമ്മളെ ബാക്കി പരിപാടി കണ്ടിന്യൂ ചെയ്യാണ്. ആദ്യം തന്നെ നമ്മൾ സൈഡ്സ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ബ്രെഡുകൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച ആ ഒരു മാംഗോ പൾപ്പില്ലേ അതിൽ ഡിപ്പ് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അങ്ങനെ നമ്മളുടെ ആ ഒരു ട്രേ കംപ്ലീറ്റ്ലി ഫില്ലാവുന്നവരെ ഒരു ലെയർ അങ്ങനെ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കണ്ട ഈ ഒരു രീതിക്ക് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ മുകളിലായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള കസ്റ്റേർഡ് ഉണ്ടല്ലോ, അതിന്റെ തിക്നെസ് കണ്ടില്ല, ഇതാണ് ആ ഒരു കറക്റ്റ് തിക്നെസ്. അതിൽ നമ്മൾ കംപ്ലീറ്റ്ലി നമ്മൾ സെക്കൻഡ് ലെയർ ഇത് വെച്ചിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഫൈനൽ സ്റ്റെപ്പായിട്ട് ഇതിൻ്റെ മുകളിൽ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മാംഗോ പീസസും
അതേപോലെ തന്നെ ഞാനിവിടെ ആൽമണ്ട് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കട്ട് ചെയ്തിട്ട് അതും കൂടി മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ പുഡിങ് സെറ്റാണ് കേട്ടോ. ഞാൻ ഈ സെയിം രീതിയിൽ ഒരു 4 ട്രേയിലായിട്ടാണ് പുഡിങ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ആരെങ്കിലുമൊക്കെ നമ്മൾ ഈദായിട്ട് വീട്ടിൽ വരുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ കൊടുക്കാന്നുള്ള രീതിയിൽ. പിന്നെ ഇതേ മാമി പൈനാപ്പിൾ ജ്യൂസ് ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനത് എല്ലാ ഗ്ലാസ്സിലും ഒഴിക്കുകയാണ് എല്ലാവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട്. ഈ ഒരു ടൈമിൽ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. ബാബിയും കുട്ടീസൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ ഇന്നമ്മ, മാമി, കുട്ടികളൊക്കെ നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവർക്കും ജ്യൂസ് ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. പുഡിങ് ഉണ്ടാക്കുന്ന തിരക്കിലും പിന്നെ കുട്ടീസിനെ കുളിപ്പിക്കാനുള്ള കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അപ്പോൾ വേഗം വന്നിട്ട് ജ്യൂസൊക്കെ ഒഴിക്കുകയാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കാനായിട്ട്. അതിനുശേഷമാണ് പിന്നെ ഞങ്ങളൊക്കെ പോയി കുളിച്ച് പിന്നെ എല്ലാവരെയും റെഡിയാക്കി കുട്ടീസിനെയും ഒക്കെ. പിന്നെ കുട്ടികളെല്ലാവരെയും കൂടി പുറത്ത് വിളിച്ചിട്ട് അവരെ നിർത്തിയിട്ട് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തതാണ് കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ റുവ ബേബിക്ക് രാവിലെ അവളൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബനാന കൊടുക്കാന്നുള്ള രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ കഴിക്കുമ്പോൾ പിന്നെ അസമോൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 പേരും കൂടി ഇരുന്നിട്ട് ബനാന ഒക്കെ കഴിക്കുന്നുണ്ട്. പിന്നെ അതേ ഉമ്മ ഇവിടെ പഴംപൊരി കൂടി സെറ്റ് ആക്കുന്നുണ്ട്. ഇനി ആരെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ വൈകുന്നേരം ആയി കഴിഞ്ഞാലും പഴംപൊരി കൊടുക്കാലോ എന്നുള്ള രീതിയിൽ അതൊക്കെ സെറ്റാക്കാണ്. പിന്നെ ഇന്ന് ഈദായിട്ട് ഒരു സ്പെഷ്യാലിറ്റി കൂടി ഉണ്ട്. ജന്നമോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ. അപ്പോൾ ബർത്ത്ഡേക്ക് കേക്കൊക്കെ ആയിട്ടാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ പോവാന്ന് പറഞ്ഞിട്ട് വേഗം പഴംപൊരിയൊക്കെ സെറ്റാക്കിയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടി വന്നേക്കുന്നുണ്ട്. നമുക്ക് ഈ സിറ്റിംഗ് റൂമിൽ തന്നെ ഇരുന്നിട്ട് കട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ച് എല്ലാവരും കൂടി ഇരിക്കുകയാണ്. അപ്പോൾ ഈദിൻ്റെ അന്ന് തന്നെ ആയ കാരണം എല്ലാവരും കൂടി ഒന്നിച്ച് സെലിബ്രേറ്റ് ആക്കാൻ പറ്റി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ജന്നമോൾ, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇവരെ നോക്കട്ടെ. കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഫുഡ് വിളമ്പാന്ന് വിചാരിച്ച്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഉമ്മ നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ മാമിയുടെ വക ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ആണ് നമ്മൾ ഉച്ചക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫുഡ് കഴിക്കാൻ 2 ട്രിപ്പായിട്ടാണ് ഇരുന്നത്. അപ്പോൾ ആദ്യം ഇന്നമ്മയും കുട്ടികളൊക്കെ കൂടി ഇരുന്ന് പിന്നെ അവർ കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ, ഉമ്മ, ബാബി, മാമിയൊക്കെ കൂടിയിട്ട് ഇരുന്നിട്ടാ. അപ്പോൾ മാറി മാറിയിട്ട് കുട്ടീനെ പിടിക്കാലോ എന്നുള്ള രീതിയിൽ നമ്മൾ കഴിക്കുന്ന ടൈമിൽ പിന്നെ ഐൻ ബേബിനെ ഇന്നമ്മയുടെ അടുത്ത് കിടത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഫുഡായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ മധുരത്തിന് നമ്മളുടെ മാംഗോ കസ്റ്റർഡ് പുഡിങ്ങും അതുപോലെ മാമി അടപ്പായസം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ട്രേ പുഡിങ് കുട്ടീസിന് വെച്ചു കൊടുത്ത് പിന്നെ ഒരു ട്രേ വലിയവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയും വെച്ചിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി അതിൽ നിന്ന് സ്പൂണിൽ എടുത്ത് കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടേസ്റ്റ് ഉണ്ടോ? ഇതാണ് കേട്ടോ ഐൻ ബേബിയുടെ പെരുന്നാൾ ഡ്രസ്സ്. അപ്പോൾ ഐനുവിനെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഐൻ ബേബി നല്ല ഉറക്കത്തിലിരുന്നത് അത് കാരണമാണ് പിന്നെ അവനെ കാണിക്കാൻ പറ്റാണ്ടിരുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോഴത്തേക്കും സജ്ജനാത്ത ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവരൊക്കെ ആയിട്ട് കുറച്ച് ടൈം വർത്താനം പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് പോകണ്ടായിരുന്നു. ഉമ്മയുടെ വീട്ടിൽ വിരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അവിടുന്ന് നേരെ എൻ്റെ വീട്ടിൽ പോയി. അവിടുന്ന് പിന്നെ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഇറങ്ങിയിട്ടാ. അപ്പോൾ റിസമോള് 2 സൈഡിലും നല്ല അടിപൊളിയായിട്ട് മൈലാഞ്ചിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് കാണിച്ചെന്നാണ്. അവളെപ്പോഴും നല്ല രസത്തിൽ ഇടാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടുന്ന് പിന്നെ നമ്മൾ നേരെ ചാവക്കാട് ഉമ്മയുടെ വീട്ടിൽ പോവാണ്. അപ്പോൾ അവിടെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ പോകുമ്പോൾ. അങ്ങനെ പിന്നെ അവിടെ എത്തി എല്ലാവരും കൂടി വർത്താനം പറയലും പിന്നെ റുവ ബേബിക്ക് നല്ല രസമുണ്ടായിരുന്നു. റുവ ബേബിയുടെ ഈ ഒരു ഡ്രസ്സ് ഞങ്ങൾ അന്ന് ട്രെൻഡ്സിൽ പോയില്ലേ ശോഭയിൽ, അപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അങ്ങനെ റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ എല്ലാ കുട്ടീസിനെയും കണ്ടിട്ട് അവരേറ്റൊക്കെ ഇങ്ങനെ കളിച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവളെ വയ്യായൊന്നും മുഴുവനായിട്ട് അങ്ങോട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല, അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ അധികമൊന്നും അവിടെ എത്തിയിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല കേട്ടോ. കാരണം നമുക്ക് നമ്മളെ കസിൻസിനേറ്റും ഫാമിലിനേറ്റും സ്പെൻഡ് ചെയ്യുന്ന ടൈമല്ലേ. അപ്പോൾ അത് വീഡിയോ എടുക്കാനിരുന്ന് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ടൈം പോകും.
ഇതാണ് അയിനുവിന്റെ പെരുന്നാളിന്റെ സെക്കൻഡ് ഡ്രസ്സ് കേട്ടാ. നമ്മൾ ഇവിടെ വരുമ്പോ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തതാണ്. ഇത് എടുക്കുന്ന ടൈമിൽ ആർക്കും വലിയ താല്പര്യം ഉണ്ടായിരുന്നില്ല കേട്ടാ. അത്ര രസം ഉണ്ടാവോ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. പക്ഷെ ഇട്ട് കൊടുത്തപ്പോ അവനക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ഈ ഒരു ഡ്രസ്സ്. അങ്ങനെ അയിനു ബേബി ആണെന്നുണ്ടെങ്കിൽ അവിടെ എത്തിക്കഴിഞ്ഞപ്പോ അവിടെ കിടന്നിട്ട് എല്ലാരെയും വർത്താനം പറയലും പിന്നെ ചിരിച്ചു കൊടുക്കലും ഒക്കെ ചെയ്തോണ്ടിരിക്കുന്നേ. അങ്ങനെ ആദ്യം തന്നെ നമുക്ക് ജ്യൂസ് കൊടുന്നെന്ന് എല്ലാവരും ജ്യൂസൊക്കെ കുടിച്ചിട്ടാ. പിന്നെ റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കാണുമ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ചെറിയ കുട്ടികളൊക്കെ ആയിട്ട് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ വലിയ ആണുങ്ങളൊക്കെ കാണുമ്പം അവള് അങ്ങനെ പോവില്ല കേട്ടോ അടുത്തേക്ക്. പിന്നെ നമ്മൾ റൂമിൽ DJ പാട്ടും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ റുവ ബേബിനോട് ഡാൻസ് ചെയ്യാനൊക്കെ പറയണ്ട. അല്ലാത്ത സമയത്ത് അധികം ആൾക്കാരൊന്നും ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ അവള് ഡാൻസ് ചെയ്യൂട്ടാ. പക്ഷെ എല്ലാരും കൂടിയിട്ട് ഇരിക്കണ കാരണം കൊണ്ട് അവള് ഡാൻസ് ചെയ്യാനൊന്നും സമ്മതിക്കണുണ്ടായിരുന്നില്ല. പിന്നെ ആമിന് റുവയുടെ കയ്യിൽ ഒരു കുഞ്ഞി ടോയ് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഈ ഒരു ടെഡി ലൈറ്റ് കത്തണ. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ പിന്നെ റുവ ഡബിൾ ഹാപ്പി ആയി. അത് വെച്ചിട്ടാണ് പിന്നെ ഫുൾ കളി ഉണ്ടായിരുന്നത്. പിന്നെ ഫുഡ് കഴിക്കുന്ന ടൈമായി. അപ്പൊ ടേബിളിൽ ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ മെനു എന്ന് പറയണത് മട്ടൻ ബിരിയാണി, ചിക്കൻ ഫ്രൈ, പിന്നെ അതിന്റെ കൂടെ സാലഡ്, അച്ചാറ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആണുങ്ങളൊക്കെ ഫുഡ് കഴിക്കാനിരിക്കുന്ന ടൈമിൽ ഞാൻ റുവ ബേബിക്ക് ഫുഡൊക്കെ വാരി കൊടുത്ത്. അപ്പൊ അംഷി അയിൻ ബേബിനെ എടുത്തിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം പിന്നെ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിച്ച്. അത്രയൊക്കെയാണ് ഈ ഒരു ഈദ് ഡേ വിശേഷം. പിന്നെ നെക്സ്റ്റ് ഡേ ഒരു ഈവനിങ് ഒക്കെ ആയപ്പം, നെക്സ്റ്റ് ഡേ മോർണിംഗ് തന്നെ ഞാൻ തിരിച്ച് ചൂണ്ടലിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയപ്പോൾ നമ്മൾ നേരെ പോവാണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിഫ്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലാമിയ ബേബി സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടുള്ള ഷോപ്പിലേക്ക്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആഷിഖ് ചേട്ടൻ ഉണ്ട്, ഇക്കുൻ്റെ ഫ്രണ്ട്. അപ്പോൾ ആ ചേട്ടൻ്റെ മോൻ്റെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയാണ് ഫംഗ്ഷൻ. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് നമ്മളിത് ഈ ഒരു ഗിഫ്റ്റൊക്കെ വാങ്ങിച്ച് പാക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നേരെ അവിടെ എത്തിയിട്ടുണ്ട്. മഴവിൽ കോംപ്ലക്സിൽ വെച്ചിട്ടായിരുന്നു കേട്ടോ ഈ ഒരു ഫംഗ്ഷൻ നടക്കണ്ടായിരുന്നത്. എത്തിയപ്പോൾ തന്നെ അവിടെ സ്റ്റാർട്ടേഴ്സും ഡ്രിങ്ക്സ് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കുടിച്ച് പിന്നെ ചെന്നിട്ട് നോക്കിയപ്പോൾ ഇവിടുത്തെ ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ഒരു രക്ഷയില്ല, നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കോക്കോമെലൻ തീമിലാണ് കേക്കൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കി ഇനിമൽസിനൊക്കെ വെച്ചിട്ട് നല്ലൊരു സെറ്റിംഗ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എത്തിയപ്പോഴത്തേക്കും കുറച്ച് വൈകിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരുവിധം എത്തിയിട്ടുണ്ട് ഈ ഒരു ഹാളില്. പിന്നെ ആങ്കറായിട്ട് ആഷിഖ് ചേട്ടന്റെ അച്ഛൻ തന്നെയാണ് കേട്ടോ നിൽക്കുന്നുണ്ടായിരുന്നത്. കുറെ നാളുകൾക്ക് കാത്തിരിപ്പിന് ശേഷം നിങ്ങളുടെ കുടുംബത്തിലെ കിട്ടിയിട്ടുള്ള ഏറ്റവും വലിയൊരു നിധിയാണ് നിങ്ങളുടെ കുടുംബത്തിന്റെ ഇന്നത്തെ സെലിബ്രേഷൻ ആഘോഷിക്കാൻ പോകുന്ന നമ്മുടെ കൊച്ചുമകന്റെ ഏറ്റവും വലിയൊരു സന്തോഷത്തിന്റെ ദിനമാണ്. ഈ അവസരത്തിൽ നമ്മൾ ദൈവത്തിനോട് നന്ദി പറയുകയാണ്. ഇങ്ങനൊരു ദിവസം ഞങ്ങൾക്ക് ആഘോഷിക്കാനാണ് സാധിച്ചതെന്ന സർവേശ്വരനോട് ഈ അവസരത്തിൽ നന്ദി പറയുകയാണ്. കൂടാതെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയിട്ടുള്ള നല്ലവരായ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളെയും, കുടുംബത്തിലെ എല്ലാവരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും വളരെ സ്നേഹത്തോടുകൂടി ഞങ്ങളെല്ലാവരും ചേർത്ത് സ്നേഹത്തോടുകൂടി ഈ ആഘോഷ വേളയിലേക്ക് സ്വാഗതം ചെയ്യാം. അപ്പൊ ദേ ആഷിഖ് ചേട്ടനും ശീതളും പിന്നെ മോനും കൂടിയിട്ടുള്ള എൻട്രി ബാക്ക് സൈഡിൽ നിന്ന് നട്ടുണ്ടായിരുന്നത്. അപ്പൊ എല്ലാവരും ഭയങ്കരമായിട്ട് എണീച്ച് നിന്ന് ഇതൊക്കെ ചെയ്യണ കാരണം കൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും വീഡിയോയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു ടൈമിൽ ഭയങ്കരമായിട്ട് പാട്ടൊക്കെ ഇട്ടിട്ടാണല്ലോ കൊണ്ടുവരണത്. അത് കാരണം എനിക്ക് പാട്ട് ഇതിൽ ആഡ് ആക്കാനും പറ്റില്ല, കോപ്പിറൈറ്റ് വരും. അപ്പോൾ ജസ്റ്റ് ഞാൻ അങ്ങനെ കാണിക്കാം. ഇവർ 3 പേരും മാത്രമല്ല, അച്ഛൻ, അമ്മ, പിന്നെ മാളു, അവരെല്ലാവരും ബ്ലാക്ക് കളർ തീമിലാണ് ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ കാണാൻ ഭയങ്കര ഭംഗിയായിരുന്നു. അപ്പോൾ ഇവർ 3 പേരും കൂടി ആദ്യം കയറി ജസ്റ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത്, പിന്നെ ഫാമിലി എല്ലാവരും കൂടിയിട്ട് നിന്നിട്ട് ഉള്ള ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അതിനുശേഷമാണ് പിന്നെ കേക്ക് കട്ടിങ് പരിപാടി സ്റ്റാർട്ട് ചെയ്തത്. ഇട്ട് വന്നപ്പോൾ ദേ റുവ ബേബി അവർക്ക് മാച്ചിങ് ആയിട്ട് ബ്ലാക്ക് കളർ ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്. അങ്ങനെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം അവർ ഒരു സ്ക്രീനിൽ ബേബീൻ്റെ ചെറുപ്പത്തിൽ തൊട്ടിട്ടുള്ള ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. 1 year ജേർണി കാണിക്കുന്ന ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒരു എൻ്റർടൈനിങ് ആയിരുന്നു അതൊക്കെ വെച്ചത്. അപ്പോൾ അവരായാലും സ്റ്റേജിൽ നിന്നിട്ട് അതൊക്കെ ഇങ്ങനെ വാച്ച് ചെയ്ത് നിൽക്കുന്നുണ്ട്.
പിന്നെ റുവ ബേബി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ആ ഗിഫ്റ്റ് അവൾക്ക് പൊട്ടിക്കണം എന്നുള്ള രീതിയിൽ വാശി പിടിച്ചിട്ടൊക്കെ ഇരിക്കുന്നു. ഞാൻ ബാഗിൽ ഇങ്ങനെ അവളെ ബുക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കൊടുത്തപ്പോൾ പിന്നെ മറ്റാൾ കുറച്ച് ഹാപ്പി ആയിട്ട് അതിലൊക്കെ കളിച്ചിരിക്കുന്നുണ്ട്. അയിൻ ബേബി ഇതേ ഇവിടെ ഉമ്മയുടെ മടിയിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയിൻ ബേബിക്ക് മൈക്കിലൊക്കെ ഉള്ള ഭയങ്കര വലിയ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അവന് ചെറുതായിട്ടൊന്ന് പേടിക്കണുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ ഇക്കുൻ്റെ വേറൊരു ഫ്രണ്ട് ഉണ്ട്, ബാൽ ചേട്ടൻ ഉണ്ട്. അപ്പോൾ ചേട്ടൻ്റെ അമ്മ, ചേച്ചി, കുട്ടികൾ എല്ലാവരും കൂടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് അവർ അയിൻ ബേബിനൊക്കെ ഫസ്റ്റ് ടൈം അല്ലേ മീറ്റ് ചെയ്യണേ. അപ്പോൾ കുട്ടീസൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് അയിനോന് എടുക്കാൻ കൊടുക്കാൻ പറയും, അതുപോലെ അവനെ കളിപ്പിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് അവരെല്ലാവരെയും ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും കുറച്ച് ടൈമൊക്കെ വർത്താനം പറഞ്ഞിരുന്ന് അതിനുശേഷം ആഷിഖ് ചേട്ടന്റെ അച്ഛനും മാളും കൂടിയിട്ട് ഒരു പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അതൊന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ നമ്മളും സ്റ്റേജിൽ കയറി ഫോട്ടോസൊക്കെ എടുത്തതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് വന്ന്. അപ്പോൾ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ കുറച്ച് ഐറ്റംസ് ഒക്കെ എടുത്തിട്ട് ഇതേ ഇതാണ് എൻ്റെ പ്ലേറ്റ്, അതൊക്കെ കഴിച്ച്. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു ഈദ് ഡേയിലെയും ഈദിൻ്റെ സെക്കൻഡ് ഡേയിലെയൊക്കെ വിശേഷങ്ങൾ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ, ടേക്ക് കെയർ.